നിങ്ങൾ എല്ലാവരും വിവാഹം കഴിഞ്ഞിട്ടുള്ള എല്ലാ പെണ്ണുങ്ങളും കേട്ടോ, വിവാഹം കഴിച്ച ആണുങ്ങൾ നിന്റെ ഭാര്യക്കൊണ്ടോ എന്ന് നോക്കണം, പെണ്ണുങ്ങൾ അവക്കൊണ്ടോ നോക്കണം. ഭാര്യയോട് പറയാ, ഇത്തിരി ചായയുടെ, എനിക്ക് വയ്യ, എപ്പോ നോക്കിയാലും അഭിനയമാ, ഞാൻ രോഗിയാ എന്നുള്ള എന്ത് പറഞ്ഞാലും വയ്യ. പടച്ചവനെ അഭിനയിക്കുന്ന ഭാര്യമാരാണ് വീട്ടിലുള്ളതെങ്കിൽ, രോഗം അഭിനയിക്കുന്ന പെണ്ണാണ് നിന്റെ ഭാര്യയെങ്കിൽ, നിന്റെ ജീവിതം ഇങ്ങനെ ആകാനുള്ള കാരണം അവള് തന്നെയാ. അള്ളാഹു ഈമാൻ നൽകി നിഗ്രഹിക്കുമാറാകട്ടെ. രണ്ടാമത്തെ പെണ്ണ് ചെയ്ത ഗുണങ്ങൾ എടുത്തു പറയുന്ന പെണ്ണ്. ചെയ്ത ഗുണങ്ങൾ എടുത്തു പറയാ. ഞാൻ വെറുതെ അല്ലല്ലേ വന്നത്, 501 പവനുമായിട്ടല്ലേ വന്നേ, എന്റെ വാപ്പ വസ്തു എഴുതി തന്നില്ലേ, ഞാനങ്ങനെ അത് വാങ്ങിച്ചു തന്നില്ലേ, ഇത് തന്നില്ലേ. ചെയ്ത ഗുണങ്ങൾ ഭർത്താവിന് ചെയ്തു കൊടു. നിങ്ങളുടെ ഉമ്മാനെ ഞാൻ നോക്കിയില്ലേ, വാപ്പാനെ നോക്കിയില്ലേ, നിങ്ങളെ പെങ്ങളെ കെട്ടിക്കാൻ സ്വർണ്ണ ഊരി തന്നില്ലേ, അത് തന്നില്ലേ, ഇത് തന്നില്ലേ. ചെയ്ത ഗുണങ്ങൾ എടുത്തു പറയുന്നൊരു പെണ്ണ്. എന്തൊക്കെ ചെയ്തിട്ടുണ്ട് അത് മുഴുവൻ എല്ലാം കേട്ട് മടുത്തു. പണ്ടങ്ങാണ്ട് ചെയ്ത കാര്യ ഇപ്പോഴും ഓൾ എടുത്തു പറയാറുണ്ട്. ചെയ്ത നന്മകൾ എടുത്തു പറയുന്ന പെണ്ണ് ഏത് വീട്ടിലുണ്ടോ ആ വീട്ടിലെ ബർക്കത്ത് നഷ്ടപ്പെടും. അള്ളാഹു കാക്കുമാറാകട്ടെ. 3 എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മൂന്നാമത്തെ പെണ്ണ് തന്റെ ഭർത്താവിനെ മുന്നിലിരുത്തിയിട്ട് മറ്റൊരു പുരുഷനെ പൊക്കി പറയാ. ഭർത്താവ് മുന്നിലിരിപ്പുണ്ട്, അപ്പോഴാ പറയണം, അല്ല അപ്പുറത്തെ ഐഷാടെ ഭർത്താവ് പറഞ്ഞു, ഓനെന്ന് കാണാൻ എന്താ ബോഡിയെന്നറിയോ, ഓനാ ഭർത്താവ്. നിങ്ങളിങ്ങനെ നടക്ക. സ്വന്തം ഭർത്താവിന്റെ മുന്നിൽ വെച്ച് മറ്റൊരു മനുഷ്യനെ പൊക്കി പറയുക, അവനെ ആഗ്രഹിക്കുക. അങ്ങനത്തെ ഒരു ഭാര്യയാണ് നിനക്കുള്ളതെങ്കിൽ നിന്റെ ജീവിതത്തിലെ ബർക്കത്ത് നഷ്ടപ്പെടും. അള്ളാഹു കാക്കുമാറാകട്ടെ. ഭാര്യയും പെണ്ണുങ്ങൾ പറയാറുണ്ട്, സ്വന്തം ഭർത്താവിന്റെ വില അറിയില്ല, അപ്പുറത്തവന്റെ പറയും, ഐഷാടെ ഭർത്താവ് അങ്ങനെ അത് ചെയ്തു, ഇത് ചെയ്തു. നിങ്ങളിങ്ങനെ ഭർത്താവിനെ ഇരുത്തിയിട്ട് വല്ലവനെ കുറിച്ച് പറയുക. 4-മതായിട്ട് പ്രവാചകൻ പറഞ്ഞു, എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, കാണുന്നതെല്ലാം വേണമെന്ന് പറയുന്ന ഭാര്യ. കാണുന്നതൊക്കെ അവക്ക് വേണം. റോഡിൽ കൂടെ കൊണ്ടുപോയി കഴിഞ്ഞാൽ അത് വേണം, ഇത് വേണം. ഭർത്താവിന് വാങ്ങിക്കൊടുക്കാൻ ഗതിയില്ല. ഈ കുട്ടികളെയൊക്കെ ഉത്സവപ്പറമ്പിലൊക്കെ കൊണ്ടുപോകുമ്പോ കളിപ്പാട്ടം വേണമെന്ന് പറയുന്ന സാധനമൊക്കെ ഇങ്ങനെ പറയണ പോലെ, പെണ്ണുങ്ങളെ വിവാഹം കഴിഞ്ഞ് 3-4 മക്കളായി, ഭർത്താവിന് പേടിയാ ഭാര്യയും കൊണ്ട് എങ്ങനെ പൊക്കടിഞ്ഞ പോക്കറ്റ് കാലിയാക്കുന്ന ഭാര്യമാരുണ്ട്. പടച്ചവനെ, കാണുന്നതെല്ലാം വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഭർത്താവിനെ ബുദ്ധിമുട്ടിക്കുന്ന പെണ്ണ്, അത് വീടിന്റെ ബർക്കത്ത് നഷ്ടപ്പെടുത്തുന്നവളാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. 4-മത്തെ കാര്യം, അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, 4-മത്തെ പെണ്ണ് ആരെന്നറിയോ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവക്ക് ഭർത്താവിനെ നോക്കാൻ സമയമില്ല, മക്കളെ നോക്കാൻ സമയമില്ല, വീട് നോക്കാൻ സമയമില്ല. അവക്ക് ആകെ സമയമുള്ളത് 24 മണിക്കൂർ ഇങ്ങനെ കണ്ണാടിയുടെ മുന്നിൽ നിന്ന് ഒരുങ്ങണം. ഇത് മാത്രമേ ഉള്ളൂ. എപ്പോ നോക്കിയാലും ഇങ്ങനെ ഒരുങ്ങി എപ്പോഴും കണ്ണാടിയുടെ മുടി ചീകലും, അള്ളാഹുവേ നല്ല വസ്ത്രങ്ങൾ ധരിക്കുക, ഇങ്ങനെ സുന്ദരിയാകെ സൗന്ദര്യം നോക്കുന്ന പെണ്ണ്. റസൂലുള്ള പറഞ്ഞു, സൗന്ദര്യം നോക്കി നീ പെണ്ണ് കെട്ടല്ലേ എന്ന് നബിയുനാ റസൂലുള്ളാഹി. സൗന്ദര്യമുള്ള പെണ്ണിനെ കെട്ടാൻ പാടില്ല. ഒരുപാട് സൗന്ദര്യം നോക്കിയിട്ട് കെട്ടിയ നീ വിട്ടു. മഹാന തഴവസ്താദ് പറയുന്നുണ്ട്, നല്ല ഒഴുക്കുള്ള ഒരു പുഴ, അത് കാണുന്നവനൊക്കെ ഒന്ന് ചാടി കുളിക്കാൻ തോന്നൂലേ? ഒഴുക്കുള്ളൊരു പുഴ കാണുമ്പോ നല്ല എല്ലാവരും ഇതേപോലെ സൗന്ദര്യമുള്ള പെണ്ണ് ഒരിക്കലും ഭാര്യയോട് പറയില്ലേ, എന്നെക്കാളും സൗന്ദര്യം നിനക്കാണ്. ഒരു മനഃശാസ്ത്രപരമായ കാര്യം, ഭാര്യയോട് പറയരുത് എന്നെക്കാളും ഗ്ലാമർ നിനക്ക, അങ്ങനെ പറയരുത്. ഉണ്ടെങ്കിലും പറയരുത്. കാരണം ഓക്കും വിചാരം, അല്ല അങ്ങനെ ആയി കഴിയുമ്പോ ഉള്ള മനസ്സിന്റെ ഉള്ളിൽ ഇയാളില്ലെങ്കിൽ വേറെ ആള്, ആ ചിന്തയാ. എന്റെ പ്രിയമുള്ളവരെ, റസൂലുള്ള പറയുന്നു, 5-മത്തെ പെണ്ണ് എപ്പോഴും കണ്ണാടിയുടെ മുന്നിൽ നിന്ന് ഒരുങ്ങുന്ന പെണ്ണ്, അവള് ബർക്കത്തില്ലാത്ത പെണ്ണാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. 6-മത്തെ കാര്യം, എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഭർത്താവ് ശാരീരികമായി ബന്ധപ്പെടാൻ വിളിക്കുമ്പോ എനിക്ക് വൃത്തിയില്ല, അശുദ്ധിയായിട്ടില്ല എന്ന് പറഞ്ഞ് ഒഴിയണ പെണ്ണ്. ഭർത്താവ് തന്റെ ആഗ്രഹം സാധിക്കാൻ വിളിക്കുമ്പോ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് ഉടായിപ്പിന്റെ വർത്താനം പറഞ്ഞിട്ട് ഒഴിവാവുക. അശുദ്ധിയാണ്, കുളിച്ചിട്ടില്ല, ഇതില്ല എന്ന് പറഞ്ഞ് ഒഴുകാകുന്ന പെണ്ണ്, അവള് ബർക്കത്തില്ലാത്ത പെണ്ണ. അള്ളാഹു നമ്മുടെ ഭാര്യമാരെ കാക്കുമാറാകട്ടെ. ഈ പറയുന്ന 6 ഏതെങ്കിലും ഒരെണ്ണം ആയിരിക്കും. അതാണ് ഈ ബുദ്ധിമുട്ടൊക്കെ. ഇപ്പൊ എന്ത് ചെയ്യാ? സഹിക്കാ, വേറെ വഴിയില്ല. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു ബർക്കത്ത്. അള്ളാന്റെ റസൂല് പറഞ്ഞു ശകുനം 3 കാര്യത്തിലാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. 3 കാര്യങ്ങളിലെ ഇസ്ലാമിൽ ശകുനുണ്ട്. പൂച്ച കുറുക്കിയാടി ശകുനം, പുറകിന്ന് വിളിച്ചു ശകുനം, ചൂലെടുത്തു, ഇതൊന്നും ശകുനമൊന്നുമില്ല. അതൊന്നുമല്ല ശകുനം. 3 കാര്യത്തിലെ ശകുനമുള്ളൂ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. 1, ഇങ്ങോട്ട് നോക്ക്, 1 നിന്റെ വീട്ടിലാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. വീട്
ചിലര് വീട് കെട്ടി താമസം തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു സമാധാനം ഇല്ല, എന്നും അടിയും വഴക്കും ബഹളവും. ഇത് മാത്രമേ ഉള്ളൂ. ചില വീടുകളിൽ കയറി ചെല്ലുമ്പോൾ തന്നെ അറിയാം സമാധാനമില്ലാത്ത വീട്. അള്ളാഹു വെച്ച് ആ വീട് നിനക്ക് ചേർന്നതല്ല, നിനക്ക് സന്തോഷവും സമാധാനവും ഒന്നും ഇല്ല, അടിയും വഴക്കാണെങ്കിൽ ആ വീട് വിറ്റിട്ട് നീ അടുത്ത വീട്ടിലേക്ക് പോയി അതിന് പരിഹാരമായി. 2 വാഹനം. ചില വാഹനം വാങ്ങിക്കഴിഞ്ഞാൽ മേടിച്ചതിനേക്കാളും കാശ് ഇടിച്ചിടിച്ചിടിച്ച് അതിന് ചെലവാക്കും. എപ്പോ നോക്കിയാലും റോഡിന് സൈഡിൽ കൊണ്ടുവച്ചാലും വന്നിടിക്കും. എപ്പോ നോക്കിയാലും പണി മാത്രമുള്ള വാഹനം. അപ്പൊ വാഹനത്തിലും ശകുനമുണ്ട്. 3, നീ കെട്ടിയ പെണ്ണില് ശകുനമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ടാ പറഞ്ഞത്, പെണ്ണ് കെട്ടുമ്പോ നോക്കിയും കണ്ടും കെട്ടണേന്ന്. റോഡിന്റെ ചാരത്ത് നിന്ന് ബസ് സ്റ്റോപ്പിൽ നിന്ന് ഗണിക്കുന്നവളെ വിളിച്ചുകൊണ്ട് വന്നത് കൊണ്ടാ വാപ്പ ഇപ്പൊ കിടന്ന് അനുഭവിക്കണത്. മക്കളോടൊക്കെ പറയാ, മക്കളെ പെണ്ണില് ശകുനുണ്ട്. ചില ചെറുപ്പക്കാര് പറയാറുണ്ട്, എന്നാണോ നീ എന്റെ വീട്ടിൽ കയറിയത് അന്നത്തോടുകൂടി എന്റെ ജീവിതം പട്ടിണക്കി എന്ന് പറയാറുണ്ട്. എന്ന് കയറി അന്നത്തോടുകൂടി എന്റെ ജീവിതത്തിൽ സന്തോഷം പോയി. എന്നാൽ ചിലര് പറയാറുണ്ട്, നീ വന്നതോടുകൂടിയാണ് എനിക്ക് അനുഗ്രഹം ഉണ്ടായത്. അള്ളാഹു അങ്ങനെയുള്ളൊരു ദാമ്പത്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ പറഞ്ഞത്, വണ്ടിയാണെങ്കിൽ വിൽക്കാം, വീടാണെങ്കിലും വിൽക്കാം, ഭാര്യയാണെങ്കിൽ എന്ത് ചെയ്യാനാ? സഹിക്കലല്ലാതെ വഴിയില്ല, സഹിച്ചോ. അള്ളാഹു അയ്യൂബ് നബിയുടെ പ്രതിഫലം നൽകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. വെറുതെയൊന്നും വേണ്ട. ഭാര്യയുടെ കുത്തുവാക്കും പരിഹാസവും കളിയാക്കലൊക്കെ കേട്ടിട്ട് ഉസ്താദേ മക്കളായി പോയില്ലേ, എന്ത് ചെയ്യാനാ? ക്ഷമിക്ക്, നിനക്ക് അള്ളാഹു അയ്യൂബ് നബിയുടെ പ്രതിഫലം തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളോട് പറയുന്ന, ഒന്ന്, ജീവിതത്തിൽ സന്തോഷവും സമാധാനവും വേണമെങ്കിൽ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാൻ പഠിക്കണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ. 2, അള്ളാഹുവിന്റെ റസൂല് പറയുകയാണ്, എന്റെ പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും വേണോ? ഒരു നല്ല ജീവിതം കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടോ? അള്ളാഹുവിന്റെ പ്രവാചകൻ പറയുന്ന 2, അള്ളാഹിനെ കുറിച്ച് പേടിയുള്ള ഭാര്യയും ഭർത്താവ്. അള്ളാഹുവിനെ കുറിച്ച് പേടിയുള്ള, അള്ളാഹിനെ കുറിച്ച് ഓർമ്മയുള്ള, അള്ളാഹുവിനെ കുറിച്ച് പറയുന്ന ഏത് വീടാണ് ഉള്ളത്, ആ വീട്ടിൽ സന്തോഷവും സമാധാനവും ഉണ്ടാകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറഞ്ഞു തരുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, ആർക്കാണ് അള്ളാഹിനെ പേടിയുള്ളത്? റസൂല് വിളിച്ചു, മോളെ ഫാത്തിമ, മോളെ ഫാത്തിമ. തന്റെ പൊന്നുമോളെ അടുത്തേക്ക് വിളിക്കുകയാണ്. തന്റെ പൊന്നുമോളെ അടുത്തേക്ക് വിളിക്കുകയോ. മാറിടത്തിലൂടെ രക്തമൊലിപ്പിച്ചു കൊണ്ടിരിക്കുന്ന പൊന്നുമോള് അടുത്തേക്ക് വിളിച്ചിട്ട് ബാക്കി വന്ന് കാരക്കയെടുത്ത് കയ്യിൽ കൊടുത്തിട്ട് അള്ളാന്റെ റസൂല് പറഞ്ഞു, ഫാത്തിമ, ഇന്നാ മോള് കടിക്കാൻ വേണ്ടി കാരക്കയെടുത്ത് കൊടുക്കുമ്പോ ഫാത്തിമ ബീവി നോക്കുമ്പോ അള്ളാന്റെ റസൂലിന്റെ മുഖം ചുമന്ന് കിടക്കുകയാ. അള്ളാന്റെ റസൂലിന്റെ മുഖം ചുമന്ന് കിടക്കുകയാണ്. ഫാത്തിമ ബീവി ചോദിച്ചു, ഉപ്പോ, ആരാ തല്ലിയത്? എന്റെ ഉപ്പാനെ തല്ലിയതാരാ? അള്ളാഹുവിന്റെ പ്രവാചകൻ അവസാനം സംഭവങ്ങൾ മുഴുവനും പറഞ്ഞു കൊടുത്തു. എന്നിട്ടാ വാപ്പ തന്റെ പൊന്നുമോളോട് പറഞ്ഞു കൊടുത്ത വാക്കേതെന്നറിയുവോ? മോളെ ഫാത്തിമ, നിന്റെ ഭർത്താവിന്റെ മനസ്സ് വേദനിപ്പിക്കല്ലേ, നിന്റെ ഭർത്താവിന്റെ മനസ്സ് വേദനിപ്പിക്കല്ലേ. ആ ഭർത്താവിന്റെ പൊരുത്തമുണ്ടെങ്കില് നിനക്ക് സ്വർഗം കിട്ടൂ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പട്ടിണി കിടന്നിട്ട് ഒരു പെണ്ണിന്റെ പാല് വറ്റിയിട്ട് രക്തം വരണമെങ്കിൽ അതെന്ത് ജീവിതമാണ്? അതെന്തൊരു ജീവിതമാ? അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അങ്ങനെയൊന്നും അള്ളാഹു നമുക്കൊരു ഗതി തന്നിട്ടില്ല. അതുകൊണ്ട് ആദ്യം നമുക്ക് വേണ്ടത് ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാനുള്ളൊരു മനസ്സാ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, 6 സ്വഭാവമുള്ള പെണ്ണുങ്ങൾ വീട്ടിലുണ്ടെങ്കിൽ ആ വീട്ടിലെ ബറക്കത്ത് നഷ്ടപ്പെടുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. 6 സ്വഭാവമുള്ള പെണ്ണുങ്ങൾ വീട്ടിലുണ്ടെങ്കിൽ പോയി. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. ഈ പറയുന്ന 6 സ്വഭാവങ്ങളിൽ ഏതെങ്കിലും നിങ്ങളുടെ ഭാര്യമാർക്കുണ്ടെങ്കിൽ പോയി.